എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 5 വർഷം കൊണ്ട് പിണറായി വിജയൻ നേടിയെടുത്ത വെറുപ്പിൻ്റെ 50 ഇരട്ടി കഴിഞ്ഞ 5 ദിവസം കൊണ്ട് കെ.സി. വേണുഗോപാൽ നേടിയെടുത്തിട്ടുണ്ട്. ധാർഷ്ട്യവും ധിക്കാരവും കൊണ്ട് പിണറായി വിജയൻ നേടിയെടുത്ത വെറുപ്പിനെ ജനങ്ങൾ പാഠം പഠിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിച്ചു. കേരള ജനത്തിൻ്റെയും കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെയും പ്രത്യേകിച്ച് സഖാക്കന്മാരുടെയും പോലും മുഖത്ത് നോക്കാൻ പോലും മേലാത്ത വിധത്തിൽ പിണറായിയെ പാഠം പഠിപ്പിച്ച ജനതയാണ് കേരള ജനത. ആദ്യത്തെ 6 റൗണ്ടുകളിൽ പിണറായിയെ പോലും തോൽപ്പിക്കാൻ ജനത്തിന് കഴിയും എന്ന് മുന്നറിയിപ്പ് കൊടുത്തോണ്ടാണ് പാർട്ടി ഗ്രാമത്തിൽ പോലും പിണറായിക്ക് എതിർ സ്ഥാനാർത്ഥി ലീഡെടുത്തത്. അപ്പം ജനം വെറുത്താൽ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ഭാവിയില്ലെന്ന് തെളിയിക്കുന്ന ജനഹിതത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു ഇത്. ആ വെറുപ്പിൻ്റെ ഒരു 50 ഇരട്ടി വെറുപ്പും അറപ്പും ഇപ്പോൾ കെ.സി. വേണുഗോപാൽ നേടിക്കഴിഞ്ഞു. ഇനി കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചാൽ ഈ കെ.സി. വേണുഗോപാൽ നേടിയെടുത്ത വെറുപ്പിനേക്കാളും വലിയ വെറുപ്പ് ഹൈക്കമാൻഡ് നേടിയെടുക്കും. ഹൈക്കമാൻഡ് ഒന്നാമത് മനസ്സിലാക്കണം, കേരളത്തിൽ അടിമ കൊങ്ങികൾ വളരെ കുറവാണ്. ആന്റണി ഒന്ന് നോക്കിക്കേ, അയാൾ അത്രയും വർഷം ആ പാർട്ടിയിൽ നിന്ന് അതിൻ്റെ മുഴുവൻ ആനുകൂല്യങ്ങളും പറ്റിയിട്ട് അവസാനം അയാളുടെ മക്കളൊക്കെ ഇപ്പോൾ എവിടെയാണ്? അയാളുടെ മക്കൾ മത്സരിക്കുകയാണെങ്കിൽ ഭാര്യ പോലും ആർക്ക് വോട്ട് ചെയ്യും? ഭാര്യ പോലും BJPക്ക് അനുകൂലമാണ്. വലിയ അടിമയായ ആന്റണി. അയാളുടെ ബാക്കി പോലും ഇങ്ങനെയാണെങ്കിൽ അപൂർവം ചില വയസ്സന്മാർ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെ അടിമ കൊങ്ങിയായിട്ട് എന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കണം. ഈ AICC പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആളുകളെല്ലാം വിചാരിച്ചു പാർട്ടിക്ക് ഒരു ഉണർവുണ്ടാകാൻ വേണ്ടി DK ശിവകുമാറിനെയോ അല്ലെങ്കിൽ ശശി തരൂരിനെയൊക്കെയോ തിരഞ്ഞെടുത്ത് വിജയിച്ച് ആ സ്ഥാനത്ത് കൊണ്ടുവരുന്ന പൊതുജനം ഇന്ത്യ മുഴുവൻ വിശ്വസിച്ചിരുന്നത്. അല്ലെ കോൺഗ്രസിനോടൊരു ചായ്വുള്ളവരൊക്കെ ധരിച്ചിരുന്നത് അങ്ങനെയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് വന്നപ്പം ആ ഖാർഗയെ ജയിപ്പിച്ചെടുത്തത് ഈ കെ.സി. വേണുഗോപാലിൻ്റെയും പിന്നെ ഹൈക്കമാൻഡിൻ്റെ മുഴുവനായിട്ടുള്ള കളിയായിരുന്നു എന്ന് തെളിയിച്ചപ്പോൾ അടിമ കൊങ്ങികളെ മതി എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചു എന്ന് ജനത്തിന് മനസ്സിലായി. ഒന്ന് നോക്കിക്കേ, ഈ ഖാർഗയും കെ.സി. വേണുഗോപാലും കൂടെ ചേർന്നിട്ട്, അതിൽ പ്രധാനി വേണുഗോപാലാണ്, എത്ര സംസ്ഥാനങ്ങൾ കോൺഗ്രസ്സിന് നഷ്ടമാക്കി കളഞ്ഞു. ഈ മലയാളിയെ സംബന്ധിച്ച് ഈ കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന ആൾ മലയാളികളുടെ ഒരു അവശ്യ വസ്തുവൊന്നുമല്ല. അത് ഹൈക്കമാൻഡിൻ്റെയാണ് അവശ്യ വസ്തു. മലയാളികൾക്ക് ഒരവശ്യ വസ്തുവല്ല. അയാളെ ഇവിടെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. രാഹുലും പ്രിയങ്കയും വയനാട് മത്സരിച്ചപ്പോൾ മൃഗീയ ഭൂരിപക്ഷം ലഭിച്ചു എന്നത് കേരളത്തിൽ മുഴുവൻ അടിമക്കൊങ്ങികൾ ഉള്ളത് കൊണ്ടാണെന്ന് ഹൈക്കമാൻഡ് ധരിക്കരുത്. ഒരു ബഹുമാനം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഈ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആക്കിയാൽ ആ ഉള്ള ബഹുമാനം കൂടി ഇല്ലെന്നാവും. ഈ രാഹുലിനോടും പ്രിയങ്കയോടും കൂടെ ഉള്ള ബഹുമാനം കൂടി ഇല്ലെന്നാവും. ഈ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആക്കിയാൽ അയാളിപ്പം നിലവിലുള്ള MP സ്ഥാനം രാജിവെക്കണ്ടേ? അങ്ങനെ രാജിവെക്കാതെ മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ? രാജിവെച്ചാൽ ആ സീറ്റിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയും ചെയ്യും. ജനം ഈ വെറുപ്പ് മുഴുവൻ കോൺഗ്രസിനിട്ട് തകർക്കുകയും ചെയ്യും. ആ ആലപ്പുഴ സീറ്റ് MP സ്ഥാനം നഷ്ടപ്പെടുകയും അവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കുകയും ചെയ്യും. കേന്ദ്രമന്ത്രിയാവും. അങ്ങനെ വന്നാൽ പിന്നെ ആലപ്പുഴയിലോട്ട് ഒരിക്കലും പോകേണ്ടി വരികയില്ല. ഇനി പറവൂർ ഒഴിഞ്ഞു കൊടുക്കാം, അവിടെ മത്സരിച്ചോട്ടെ എന്ന് സതീശൻ പറയുന്നു വേണുഗോപാലിന് വേണ്ടി. പറവൂരോ ഇരിക്കൂറോ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും കേരളത്തിലെ പൊതുജനം മുഴുവൻ കെ.സി. വേണുഗോപാലിനെതിരാണ്. കേരളത്തിലെ സോഷ്യൽ മീഡിയ മുഴുവൻ കെ.സി. വേണുഗോപാലിനെതിരാണ്. ദൃശ്യ പത്രമാധ്യമങ്ങൾ മുഴുവൻ കെ.സി. വേണുഗോപാലിനെതിരാണ്. ഹൈക്കമാൻഡിന് മനസ്സിലാക്കാൻ ശേഷിയുണ്ടെ മനസ്സിലാക്കിക്കോട്ടെ. ഭൂരിപക്ഷം കിട്ടിയ മിനിറ്റുകൾക്കുള്ളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നും ഈ റേസിൽ ഞാനില്ല, എന്നെ മൈനസ് ചെയ്തേക്കാനും കെ.സി. വേണുഗോപാൽ 2 മാസം മുമ്പ് പറഞ്ഞതാണ്.
ജനം അത് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ഓർക്കുന്നില്ലെങ്കിൽ കേരള ജനതയെ സോഷ്യൽ മീഡിയയും പത്രമാധ്യമങ്ങളും അത് നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏത് മണ്ഡലത്തിൽ കെ സി വേണുഗോപാൽ മത്സരിച്ചാലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി മത്സരിച്ചാലും ഈ പത്രങ്ങളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ജനവും മുഴുവൻ കെ സി വേണുഗോപാലിനെതിരെ അല്ലെങ്കിൽ യു ഡി എഫ് നേതൃത്വത്തിനെതിരെ പണിയെടുക്കും എന്ന് ഉറപ്പാണ്. ഇവിടെ 102 സീറ്റിൽ യു ഡി എഫ് ജയിച്ചത് കോൺഗ്രസിൻ്റെ പ്രവർത്തന മികവ് കൊണ്ടൊന്നുമല്ല. കഴിഞ്ഞ 10 കൊല്ലം വല്ലപ്പോഴും ചെറിയ ചില പ്രസ്താവനയും യൂത്ത് കോൺഗ്രസ്സുകാർ പിള്ളേർ ഈ കരിങ്കൊടി പൊക്കി 2 തല്ല് മേടിക്കുന്നതൊക്കെ അല്ലാതെ വേറെ ഒന്നും ഇവരിവിടെ ചെയ്തിട്ടില്ല. ജനം പിന്നെ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ പിണറായിയോടുള്ള വെറുപ്പ് കൊണ്ട്, അതായത് എൽ ഡി എഫിനോടുള്ള വെറുപ്പല്ല, പിണറായിയോടുള്ള വെറുപ്പും പകയും കൊണ്ട് അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളത് ഒരു കോൺഗ്രസ് ഓർത്തങ്ങ് വോട്ട് ചെയ്തതാണ്. ഇപ്പം പിണറായിയോടുണ്ടായിരുന്ന വെറുപ്പ് ഇപ്പം അങ്ങ് ഇല്ലെന്നായി എന്ന് പറഞ്ഞാൽ പിണറായി നൈസായിട്ട് രക്ഷപ്പെട്ടു പോയി. വെറുപ്പ് അങ്ങോട്ട് പോയിട്ട് ഇപ്പോൾ അത് കെ സി വേണുഗോപാലിനെ കൈ കിട്ടിയ ജ്യൂസാക്കി കുടിക്കുന്ന പരുവത്തിൽ ആൾക്കാർ നിൽക്കുക. ഇനി ഇച്ചൂടെ കഴിഞ്ഞ് ഇയാളെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഹൈക്കമാൻഡ് ഇവിടെയെങ്ങാനും വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ കല്ലെടുത്ത് എറിയുന്ന അവസ്ഥയുണ്ടാകും. ഖാർഗെയ്ക്കും വേണുഗോപാലിനും പണ്ട് ജനമനസ്സുകളിൽ സ്ഥാനമില്ല. പ്രത്യേകിച്ച് ഈ വേണുഗോപാൽ എന്ന് പറയുന്ന ആൾ മലയാളികളിൽ ഒരുമാതിരിപ്പെട്ടവരുടെ ഒന്നും മനസ്സിൽ യാതൊരു സ്ഥാനമുള്ള ആളല്ല. കാരണം മലയാളിക്ക് അറിയാം ഇന്ത്യ മുഴുവൻ ഈ കോൺഗ്രസിനെ നശിപ്പിച്ച് കളഞ്ഞതിൽ കെ സി വേണുഗോപാലിൻ്റെ പങ്ക്. കെ സി വേണുഗോപാൽ എവിടെ കാല് വെച്ചിട്ടുണ്ടോ ആ സംസ്ഥാനത്ത് പിന്നെ കോൺഗ്രസ് ഇല്ല. അതിനകത്ത് ഖാർഗയ്ക്കും പങ്കുണ്ട്. ഖാർഗ പിന്നെ വെറും ഒരു അടിമക്കോങ്ങിയാണ്. അവർ പറയുന്നത് കേട്ട് ചുമ്മാ നിൽക്കുമെന്നല്ലാതെ അയാളെ കൊണ്ട് ഒന്നും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുത്തനെ AICC പ്രസിഡന്റ് ആക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചതിൽ തെറ്റ് പറയാനില്ല. ഇനി ഈ രാഹുലിനെയും പ്രിയങ്കയെയും കൂടെ ജനം വെറുക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് എന്ന് ഹൈക്കമാൻഡിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രാവശ്യം BJP അധികാരത്തിൽ വരാനുള്ള സാധ്യതയില്ലെന്ന് ജനത്തിന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ UDF വോട്ട് ചെയ്തത്. ഇനി UDF വേണ്ട, BJP മതി എന്ന് ജനം ചിന്തിക്കുന്ന അവസ്ഥ കെ സി വേണുഗോപാൽ കേരളത്തിൽ ഉണ്ടാക്കി വെക്കരുത്. ജനം MLA മാരെ തിരഞ്ഞെടുത്തു. അവർക്ക് MLA മാർക്ക് സൗകര്യമുള്ളവരെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കും എന്ന് പറയുന്നത് ഒരു പഴയ ഏർപ്പാടാണ്. കാരണം മുമ്പ് ജനത്തിന് അവരുടെ വികാരം പ്രകടിപ്പിക്കാൻ അവസരങ്ങളില്ലായിരുന്നു, സാഹചര്യങ്ങളില്ലായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമായപ്പോൾ ജനത്തിന് വഴിയുണ്ട്. പൊതുജനം മുഴുവൻ കെ സിക്കെതിരാണ്. ഈ എതിർപ്പ് രാഹുലിനോടും പ്രിയങ്കയോടുമായിട്ട് മാറുമെന്നുള്ള ഉറപ്പാണ്. ഹൈക്കമാൻഡ് വേണുവിനെ മുഖ്യമന്ത്രിയാക്കിയാൽ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ കാണിക്കാം എന്ന വികാരത്തിൽ ഇപ്പം മലയാളികൾ എത്തിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കുഴൽനാടൻ ഒരു വർത്തമാനം കൂടെ പറഞ്ഞു. മാത്യു കുഴൽനാടനെ ഒരു പരിധി വരെ മലയാളികൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇയാൾ ഈ കെ സി വേണുഗോപാലിൻ്റെ വാണമായിരുന്നു എന്നുള്ളത് നമുക്കറിയത്തില്ലായിരുന്നു, ഒരു മനുഷ്യർക്കും അറിയത്തില്ലായിരുന്നു. ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പോലും ജനം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഈ കുഴൽനാടൻ. മാങ്കൂട്ടത്തിനെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന, പക്ഷേ മാങ്കൂട്ടത്തിനെക്കുറിച്ചൊക്കെ ഉണ്ടായിരുന്ന ഇമേജ് ജനങ്ങളുടെ ഹൃദയത്തിൽ തകർത്ത് കളഞ്ഞ അയാൾ തന്നെ ഇപ്പോൾ ഇങ്ങേരും തുല്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കുഴൽനാടനോട് ചോദിക്കട്ടെ, ടീം UDF എന്നും പറഞ്ഞല്ലേ നിങ്ങൾ വോട്ട് ചോദിച്ചത്? ടീം UDF ലീഗ് കൂട്ടത്തിലില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വർത്തമാനം പറയാനുള്ള അവസരം കിട്ടുമായിരുന്നോ? ഒരു 5 or 6 സീറ്റും കൂടെ കോൺഗ്രസിന് കുറഞ്ഞായിരുന്നെങ്കിൽ ലീഗിൻ്റെ കാലെ പിടിക്കേണ്ടി വരുമായിരുന്നല്ലോ. ടീം UDF എന്നും പറഞ്ഞല്ലേ വോട്ട് ചോദിച്ചത്? മലയാളികൾ കുഴൽനാടനെ ഇങ്ങനെയല്ലായിരുന്നു കണ്ടിരുന്നത്. മലർന്ന് കിടന്ന് തുപ്പിയിട്ട് അവസാനം കുഴൽനാടൻ ഉള്ള വിലയും കൂടെ കളയരുത് എന്ന് കുഴൽനാടനെ ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിൽ കൊള്ളാവുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ ലിസ്റ്റിലുണ്ടായിരുന്നയാളാണ് ഈ കുഴൽനാടൻ. എന്നാൽ കെ സി വേണുഗോപാലിന് വേണ്ടി കുഴലൂതാൻ പോയി മലയാളികളുടെ മുമ്പിൽ ഉള്ള വില കൂടെ കുഴൽനാടൻ കളയരുതെന്ന് കുഴൽനാടനോട് പ്രത്യേകമായിട്ട് പറയാം. ടീം UDF ആണ് ഇലക്ഷനിൽ നേരിട്ടതെങ്കിൽ അതിനകത്ത് വോട്ട് ചെയ്ത നേതാക്കന്മാരും അതിനകത്ത് വോട്ട് ചെയ്ത അണികളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് അഭിപ്രായം പറയാം. സോഷ്യൽ മീഡിയ ശക്തമായതുകൊണ്ട് ആ അഭിപ്രായം ജനങ്ങളുടെ മുമ്പിൽ ചെല്ലുകയും ചെയ്യും. കേരള ചരിത്രത്തിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന ചിത്രത്തിൽ ഒരുത്തനെ കെ സി വേണുഗോപാലിനെ വേണ്ട എന്ന കാര്യത്തിലെ മലയാളികൾക്ക് എതിർപ്പുള്ളൂ. ഈ 102 പേരിൽ ആരാണേലും മലയാളിക്ക് എതിർപ്പില്ല. ഇനിയിപ്പോൾ കോൺഗ്രസ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് പറയാൻ പോകുന്നത്, ഈ 102 മന്ദബുദ്ധികളിൽ ഒരുത്തം പോലും മുഖ്യമന്ത്രിയാകാൻ കൊള്ളുകയല്ലെന്നാണ് പറയാൻ പോകുന്നതെങ്കിൽ
ഈ 102 പേരെ ഇവിടെ മത്സരിപ്പിച്ച് ജനത്തിനെ പരിഹസിച്ച ഹൈക്കമാൻഡിനെ കൊള്ളുകയില്ലെന്നാണ് മലയാളിക്ക് പറയാനുള്ളത്. ഇതുപോലെ പൊതുജനം എതിർത്ത ഒരു സാഹചര്യം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇന്നയാളെ ആയിരുന്നു എങ്കിൽ നിങ്ങൾ നേരത്തെ പറയണമായിരുന്നു, ഇന്നവനെ മുഖ്യമന്ത്രി അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ ഓട്ടമൊന്നും വരികയല്ലായിരുന്നു. ഈ കെ സി വേണുഗോപാലിനോടുള്ള പക ആളുകൾ അത് ഇലക്ഷനിൽ തന്നെ പ്രകടിപ്പിച്ചേനെ. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് ഹൈക്കമാൻഡിൻ്റെ അവസാന സമയമാണ്, ഹൈക്കമാൻഡ് ചാകണോ വേണ്ടയോ എന്നുള്ളത്, ഒന്നാമത് ചത്ത് കിടക്കുന്നത് ഉള്ള ജീവനോടെ പോകണോ വേണ്ടയോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഈ 102 പേരിൽ ആരാണേലും മലയാളിക്ക് കുഴപ്പമില്ല. 102 പേര്, അതിൽ നേതൃത്വ സ്ഥാനത്തുള്ളതിൽ ജനം വിചാരിച്ചിരുന്നത് 2 പേരാണ്. ഒന്ന് വി ഡി സതീശൻ, 2 രമേശ് ചെന്നിത്തല. ഇതല്ലാതെ ഈ കെ സി എന്ന പാമ്പ് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് കയറുമെന്നുള്ളത് മലയാളിക്ക് സ്വപ്നത്തിൽ പോലും ഇല്ല. കാരണം അയാൾ ആദ്യമേ തിരിച്ച് പറഞ്ഞായിരുന്നു ഞാൻ ഇതിനകത്ത് ഇല്ലെന്ന്. എന്ന് മാത്രമല്ല, ഈ കെ സിയുടെ സ്ഥാനത്ത് ഇനി ഇവനെ മാറ്റിയിട്ട് മധ്യസ്ഥ ശ്രമം എന്ന് പറഞ്ഞ് വേറൊരുത്തം മണ്ണും ചാരി നിൽക്കുന്നവൻ പെണ്ണും കൊണ്ട് പോകണ്ട. എം പിമാർ ഒരുത്തനും വേണ്ട, എം പിമാരെ ഒരുത്തനും മത്സരിപ്പിക്കുന്നില്ലെന്ന് ആദ്യം പറഞ്ഞതല്ലേ. അങ്ങനെയാണ് എം പിമാർ ഒരുത്തനും വേണ്ട, കെ സി ഒട്ടും വേണ്ട. ഇത് ഹൈക്കമാൻഡ് മനസ്സിലാക്കിയാൽ ഹൈക്കമാൻഡിന് നല്ലത്, കേരളത്തിലെ കോൺഗ്രസിന് നല്ലത്. ഇനി ഇതിനെയെല്ലാം വെല്ലുവിളിച്ച് കെ സിയെ വീണ്ടും ആക്കാൻ തീരുമാനിച്ചാൽ ഉപതെരഞ്ഞെടുപ്പിൽ കാണാം എന്ന് ജനം ചോദിക്കുന്നു എന്ന് പറയുന്നു എന്നതുള്ളതാണ് കറക്റ്റ് കാര്യം. ഇനി ഉപതെരഞ്ഞെടുപ്പിലും എന്തെങ്കിലും കുതന്ത്രങ്ങൾ, ഡൽഹി കിടന്ന് പല കളിയും പഠിച്ചിട്ടുള്ളതാണല്ലോ, എന്തെങ്കിലും കുതന്ത്രങ്ങൾ കളിച്ച് വീണ്ടും കെ സിയെ ജയിപ്പിക്കാമെങ്കിൽ അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസാനമാണെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. കാരണം ഇവിടെ വോട്ട് ചെയ്ത നിഷ്പക്ഷക്കാർ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ പോലെ യു ഡി എഫിന് എതിരായിട്ടുണ്ട്. ഇപ്പോൾ കെ സി അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ഞങ്ങളിപ്പം മനസ്സിലാക്കുന്നത്, കേരളത്തിലെ മലയാളികൾ മനസ്സിലാക്കുന്നത്, അല്ലെ ലോകം മുഴുവനുള്ള മലയാളികൾ മനസ്സിലാക്കുന്നത്, കോൺഗ്രസിനെ നശിപ്പിക്കാൻ കരാറെടുത്തേക്കുന്നത് പ്രധാനമായിട്ടും കെ സി വേണുഗോപാലാണെന്ന് നല്ലൊരു ശതമാനം മലയാളികളും വിശ്വസിക്കുന്നു. ഇനി ഈ കളിക്ക് ഹൈക്കമാൻഡ് കൂട്ടുനിന്നാൽ കോൺഗ്രസിനെ തീർത്തു കൊടുത്തേക്കാവുന്ന എവിടുന്നോ കരാറെടുത്തേക്കുന്നതിനകത്ത് ഹൈക്കമാൻഡിനും പങ്കുണ്ടെന്ന് മലയാളി ചിന്തിക്കും. എന്ന് മാത്രമല്ല, അതാ യാഥാർത്ഥ്യവും. അതുകൊണ്ട് ഒരു കാരണവശാലും എം പിയെയും ഇങ്ങോട്ട് മുഖ്യമന്ത്രിയായി കൊണ്ടുവരണ്ടെന്നും കെ സി വേണുഗോപാലിനെ ഒരു കാരണവശാലും കൊണ്ടുവരണ്ടെന്നും, ഈ 102 പേരിൽ കൊള്ളാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ജനത്തിൻ്റെ ഇഷ്ടം വി ഡി സതീശനാണെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഏത് മനുഷ്യനോട് എവിടെ വിളിച്ച് ചോദിച്ചാലും ആ ജനമെല്ലാം വി ഡി സതീശൻ അനുകൂലമാണ്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആകട്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പൊതുജനത്തിൻ്റെ വികാരം ഹൈക്കമാൻഡ് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് കമാൻഡെന്നും പറഞ്ഞ് വരേണ്ട കാര്യം വരികയില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.